ഇന്നത്തെ കാലത്ത് കാളി, ചെകുത്ത, പ്രേതം, യക്ഷി എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയാണ്, പുതിയ തലമുറ. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ കറണ്ടില്ല, ടോർച്ചും ഇല്ല, ചൂട്ട മാത്രം രാത്രി പോകാൻ ആശ്രയിക്കുന്ന ഒരു കാലത്ത് യക്ഷിയും പ്രേതവും ചെകുത്താനും ഒക്കെ സർവ സാധാരണമായി. ഇവിടെ കൈവേലിയിൽ നിന്നും തിനൂര് പോകുന്ന വഴിക്ക് പണ്ട് കാലത്ത് ഒരു കുളം ഉണ്ടായിരുന്നു. ഈ കുളത്തിന്റെ പേരാണ് കാളി കുളിക്കുന്ന കുളം. ഈ കുളത്തിന്റെ അടുത്ത് കൂടി സന്ധ്യ കഴിഞ്ഞാൽ ആരെങ്കിലും പോകുമ്പോൾ കാളി കുളിക്കുന്ന ശബ്ദം കേൾക്കും. ഒരുപാട് ആളുകൾ ഈ കാളി കുളിക്കുന്ന ശബ്ദം കേട്ട് പേടിച്ച് പാഞ്ഞ് പനി പിടിച്ച് വിറപിടിച്ച് മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് ചരട് കെട്ടിയ ഒരുപാട് ചരിത്രം, ഒരുപാട് ആളുകൾ. അപ്പോൾ ഈ കുളത്തിന്റെ അടുത്ത് പോകുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ്, പകലടക്കം പേടിയാണ്. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാളിയുടെ രഹസ്യം എന്താണ്, കാളി ടോർച്ചൊക്കെ വന്നതിന് ശേഷമാണ് ആളുകൾക്ക് മനസ്സിലാകുന്നത് എന്താണ് കാളി. അപ്പോൾ ഈ കുളത്തിന്റെ 4 ഭാഗത്തും വലിയ തവളകൾ ഇങ്ങനെ നിരന്നിരിക്കും. അപ്പോൾ ആളുകളുടെ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ ഈ തവളകൾ മുഴുവൻ വലിയ തവളകളാണ്, ഒന്നായിട്ട് കുളത്തിലേക്ക് ചാടും. അന്നേരത്ത് അതിനടുത്ത് കൂടെ സന്ധ്യക്കോ അതിന് ശേഷവും പോകുന്ന ആളുകൾ വിചാരിക്കും ഇത് കാളി കുളിക്കുന്ന തന്നെയാണ്. അങ്ങനെയാണ് ആളുകൾക്ക് ഈ കാളിന്റെ രഹസ്യം മനസ്സിലായത്. അത് എല്ലാവർക്കും മനസ്സിലായില്ല. പിന്നെ ഒരുപാട് കാലത്തോളം ഒരുപാട് ആളുകൾ ഇതിൽ കാളി ഉണ്ടെന്ന് തന്നെ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഇതുപോലെ ഒരുപാട് കാളിക്കഥകൾ, യക്ഷിക്കഥകൾ നമ്മുടെ നാട്ടിൽ. അത് നമുക്ക് പിന്നെ പറയാം.